Good afternoon, dears. So it is since 2 days we have met, right? 2 ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ. 2 ദിവസം എന്തായിരുന്നു? We had ആക്ടിവിറ്റി ടൈം അല്ലേ. നമ്മുടെ ആക്ടിവിറ്റി ടൈംസ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിരിക്കുവാണ്? കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് അല്ലേ. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് എന്താണ് പഠിച്ചത്? ഒരു പോയമാണ് പഠിച്ചത് അല്ലേ. യെസ്, പോയമാണ് പഠിച്ചത്. വാട്ട് വാസ് ഇറ്റ്സ് നെയിം? പോയത്തിൻ്റെ നെയിം എന്തായിരുന്നു? ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. യെസ്, കറക്റ്റാണ്. ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്, പോയമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, പോയമാണോ നിങ്ങൾക്ക് ചോദിക്കട്ടെ. വിച്ച് വൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് പോയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ സ്റ്റോറിയാണോ ഇഷ്ടം? പാട്ടാണോ ഇഷ്ടം, അതോ സ്റ്റോറിയാണോ, കഥയാണോ ഇഷ്ടം? കുറച്ച് പേർക്ക് പോയമായിരിക്കും, കുറച്ച് പേർക്ക് സ്റ്റോറി ആയിരിക്കും. ആണോ? ഓക്കെ. പക്ഷെ മിസ്സിന് ഇഷ്ടം എന്താണെന്നറിയോ? സ്റ്റോറിയാണ് മിസ്സിന് ഇഷ്ടം. സ്റ്റോറി പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താണെന്നറിയോ? സ്റ്റോറി. യെസ്, നമ്മൾക്കൊരു സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോയാലോ? ആർ യു റെഡി? Yes, a new story. Its name is Haldi's Adventure. എന്താണ്? മിസ്സിൻ്റെ ഒപ്പം പറഞ്ഞേ. Haldi's Adventure. ഹൽദിയുടെ സാഹസം. സാഹസം എന്ന് വെച്ചാൽ എന്താ? സാഹസം അറിയാമോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ അഡ്വഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? അഡ്വഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹസം ആണ്. സാഹസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ, ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യങ്ങൾ. അത് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ, അത് നമുക്ക് സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാഹസം എന്ന് പറയാം, സാഹസികത എന്ന് പറയാം. ഇപ്പോൾ ഒരു എവറസ്റ്റ് അറിയോ നിങ്ങൾക്ക്? വലിയ മൗണ്ടനാണ്, കൊടുമുടിയാണ്. പർവ്വതത്തിനേക്കാളൊക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ് എന്ത്? എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എവറസ്റ്റ് കീഴടക്കുക എന്ന് വെച്ചാൽ എവറസ്റ്റിൽ കയറി എവറസ്റ്റിൻ്റെ ടോപ്പിലെത്തുക എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് ആൻ അഡ്വെഞ്ചർ. അതൊരു ഭയങ്കര സാഹസം നിറഞ്ഞ കാര്യമാണ്. അങ്ങനെ അധികം ആരും എന്ത് ചെയ്യില്ല, അതിനിറങ്ങി പുറപ്പെടാറില്ല. കാര്യം എന്താ? ഭയങ്കര റിസ്ക്കാണ്. എന്തു പറ്റും? അത്രയും വലിയ പർവ്വതമാണല്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. അതിനാണ് നമ്മൾ അഡ്വെഞ്ചർ എന്ന് പറയാം. അപ്പോൾ അത് അധികം ആർക്കും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനാണ് എന്ത് നമ്മൾ പറയാം? സാഹസികത എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹൽദീസ് അഡ്വെഞ്ചർ. ഹൽദി ഇസ് എ ഗേൾ. നമ്മുടെ ചാപ്റ്ററിൽ ഒരു പെൺകുട്ടിയാണ്, നമ്മുടെ മെയിൻ ക്യാരക്ടറാണ്. ആര്? ഹൽദിയുടെ സാഹസികത. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. യെസ്, മിസ് വായിക്കാം കേട്ടോ, മിസ് ശ്രദ്ധിച്ചിരിക്കണേ. One morning, as Haldi walked to school, she met a giraffe. The giraffe wore big glasses and held a book in his hand. He smiled and said, "Good morning, Haldi." Yes, one morning, as Haldi walked to school, she met a giraffe. One day, as Haldi walked to school. Haldi ഇങ്ങനെ സ്കൂളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, walk, WALK, walk എന്ന് വെച്ചാൽ എന്താ? walk, നടക്കുക. സ്കൂളിലേക്ക്, ടു സ്കൂൾ, walked to school ആണ്. സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി? She met a giraffe. അവൾ ആരെ കണ്ടു? ഒരു ജിറാഫിനെ കണ്ടു. ജിറാഫിനെ അറിയാല്ലേ? ഇതാണ് ജിറാഫ്. കണ്ടോ? ജിറാഫ്. അപ്പോൾ ജിറാഫിനെ കണ്ടു. ഷീ മെറ്റ് എ ജിറാഫ്, കണ്ടു. ദ ജിറാഫ് വോർ ബിഗ് ഗ്ലാസസ് ആൻഡ് ഹെൽഡ് എ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. ജിറാഫ് വോർ ബിഗ് ഗ്ലാസസ്. വലിയ, ബിഗ് എന്താണ്? വലിയ. ഗ്ലാസസ്, കണ്ണട എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്? ആൻഡ് ഹെൽഡ് എ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. പിന്നെ എന്തുണ്ടായിരുന്നു? കയ്യിലൊരു ഹെൽഡ്, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കില്ലേ, നമ്മളിങ്ങനെ പിടിക്കുന്നതിനാണ് ഹെൽഡ് എന്ന് പറയാം. ഹെൽഡ്, ഹോൾഡ്. അപ്പോൾ കയ്യിൽ എന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു ബുക്കും കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ മോർണിംഗ് ആസ് ഹൽദി വാക്ക്ഡ് ടു സ്കൂൾ, ഹൽദി സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഷീ മെറ്റ് എ
ജിറാഫ്. അവളൊരു ജിറാഫിനെ കണ്ടു. ദ ജിറാഫ് വോർ ബിഗ് ഗ്ലാസസ് ആൻഡ് ഹെൽഡ് എ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. വലിയ ഗ്ലാസസ്, വലിയ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹി ഹെൽഡ് എ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യിൽ ഒരു ബുക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹി സ്മൈൽഡ് ആൻഡ് സെഡ് ഗുഡ് മോർണിംഗ് ഹൽദി. അപ്പോൾ എന്ത് പറഞ്ഞു? അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് ആരോട് പറയാണ്? ഹൽദിയോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഹൽദി. യെസ്, രാവിലെയാണല്ലേ, രാവിലെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്തായിരിക്കും നമ്മൾ പറയാ? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഹൽദി എന്ന് പറഞ്ഞു. ഹൽദി ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. ഐ ആം സോറി ടു സ്റ്റെയർ ഷീ സെഡ്, ബട്ട് ഐ ഹാവ് നെവർ മെറ്റ് എ ജിറാഫ് ലൈക്ക് യു. ഹൽദി ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. ഹൽദി എന്ത് ചെയ്തു? ഇങ്ങനെ ജിറാഫിന് നല്ല ഹൈറ്റ് ആണല്ലേ, ജിറാഫിൻ്റെ കഴുത്തിന് നല്ല നീളമുണ്ട്. അപ്പോൾ ഹൽദി എന്ത് ചെയ്തു? ഇങ്ങനെ മേളിലേക്ക് ജിറാഫിന് ഇങ്ങനെ പൊങ്ങി. നമ്മളെക്കാളും പൊക്കമുള്ളവരുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി നോക്കൂലേ? അതേപോലെ ഹൽദി ഇങ്ങനെ ലുക്ക്ഡ് അപ്പ്, മേളിലേക്ക് നോക്കി. അവനെ ആരെ നോക്കിയത്? ഹൽദി ആരെ നോക്കിയത്? അത് ജിറാഫ്, നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിറാഫിനെ നോക്കി. അത് ഹൽദി എന്താ പറയുന്നതെന്നറിയോ? ഐ ആം സോറി ടു സ്റ്റെയർ. ഞാനിങ്ങനെ നിന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് സോറി. നമുക്ക് കണ്ടിട്ട് അത്ഭുതം അടക്കാൻ പറ്റുന്നില്ല അല്ലേ ഹൽദിക്ക്. അപ്പോൾ ഹൽദി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ട് ഹൽദി എന്താ പറയുന്നത്? ഐ ആം സോറി ടു സ്റ്റെയർ. ഞാൻ ഇത്ര നേരം നിന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് സോറി. ബട്ട് ഐ ഹാവ് നെവർ മെറ്റ് എ ജിറാഫ് ലൈക്ക് യു. ഞാൻ ഇതുവരെ ഒരു ജിറാഫിനെ, നിന്നെ പോലത്തെ ഒരു ജിറാഫിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ മെറ്റ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എ ജിറാഫ് ലൈക്ക് യു. നിന്നെ പോലൊരു ജിറാഫിനെ കണ്ടിട്ടേ ഇല്ല അല്ലേ. നമുക്ക് കാണാത്ത ഒരു സാധനം, അത് ഒരു നമ്മളധികം അങ്ങനെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത എന്തെങ്കിലും സാധനമോ എന്തെങ്കിലും ആനിമലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമല്ലേ. അതിൻ്റെ പുറത്തുനിന്ന് എന്ത് ചെയ്യത്തില്ല? നമ്മൾ കണ്ണെടുക്കത്തില്ല. അത് തന്നെയാണ് ഹൽദിയും. ഹൽദിയും സ്കൂളിൽ പോകുന്ന കുഞ്ഞു കൊച്ചല്ലേ, നമ്മുടെ പ്രായമുള്ള കൊച്ചല്ലേ. അപ്പോൾ ഈ ജിറാഫിനെ കണ്ടപ്പോൾ ഹൽദിക്ക് നോക്കാതിരിക്കാൻ പറ്റിയില്ല. ഹൽദി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നു. ബട്ട് എൻ്റെ റീസൺ എന്താ അവൾ പറയുന്നത്? ഐ ഹാവ് നെവർ മെറ്റ് എ ജിറാഫ് ലൈക്ക് യു. ഞാൻ ഇതുവരെ നിന്നെ പോലൊരു ജിറാഫിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, മൈ നെയിം ഈസ് സ്മൈലി. അപ്പോൾ ജിറാഫ് എന്ത് പറയുവാണ്? എൻ്റെ പേര്, നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ പേരെങ്ങനെയാ പറയാ? മൈ നെയിം ഈസ്, എൻ്റെ പേര് അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയും? ഐ ആം എന്ന് പറയും. ഐ ആം. അപ്പോൾ ജിറാഫ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മൈ നെയിം ഈസ് സ്മൈലി. എൻ്റെ പേരെന്താണ്? സ്മൈലി എന്നാണ് അല്ലേ. സ്മൈലി, നമ്മൾ വാട്സപ്പിലൊക്കെ ഒത്തിരി സ്മൈലീസ് കാണാറില്ലേ? അപ്പോൾ അതുപോലെ ഇവൻ്റെ പേരെന്താണ്? നമ്മുടെ ജിറാഫിൻ്റെ പേരെന്താണ്? സ്മൈലി എന്നാണ്. മൈ നെയിം ഈസ് സ്മൈലി സെഡ് ദ ജിറാഫ്. ജിറാഫ് പറഞ്ഞു വെനെവർ യു സീ മീ യു വിൽ സ്മൈൽ. നീ എന്നെ എപ്പോൾ കണ്ടാലും നീ ചിരിക്കും, നിനക്ക് ചിരി വരും. അതുകൊണ്ടാണ് എൻ്റെ പേര് എന്തിട്ടേക്കുന്നത്? സ്മൈലി എന്ന് ഇട്ടേക്കുന്നത് അല്ലേ. അത് കൊള്ളാം അല്ലേ. നമുക്കിപ്പോൾ എത്ര വിഷമമാണെങ്കിലും ഈ ജിറാഫിനെ കണ്ടാൽ മതി, എന്ത് പറ്റും? നമുക്ക് ഓൾറെഡി ചിരി വരും, സന്തോഷം വരും. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര നല്ല കാര്യമാണല്ലേ. നമുക്കൊരു നമ്മുടെ ഗ്രീൻ ഹാർട്ട്, മൈ ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, ഒരു പ്ലാൻ ഉണ്ട് അല്ലേ, ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നന്മ ചെയ്യുക അല്ലേ. നന്മ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ പറയുന്നത്, അമ്മയെ അടുക്കളയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് മാറ്റി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച പാത്രം എന്ത് ചെയ്തു? വാഷ് ചെയ്തു, തന്നെ കഴുകി വെച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തുണി എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ആ തുണി എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണല്ലേ, ദ ഗുഡ് തിങ്സ്. യെസ്. അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കാ സന്തോഷം ഉണ്ടായത്? നമ്മൾ ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ അമ്മമാർക്ക് എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷമായല്ലേ. എൻ്റെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതേപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? നല്ലൊരു കാര്യമാണല്ലേ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്, നന്മയുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ സാധിച്ചാലോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചാലോ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ജിറാഫ് ഒരു നല്ല ജിറാഫാണ്. അതുകൊണ്ട് ജിറാഫിൻ്റെ പേരെന്താണ്? ഹിസ് നെയിം ഈസ് സ്മൈലി. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സ്പെഷ്യാലിറ്റി? അവൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? അവൻ്റെ പ്രത്യേകത എന്താ? വെനെവർ യു സീ മീ യു വിൽ സ്മൈൽ. ആരെ എപ്പോൾ അവനെ കണ്ടാലും ദേ വിൽ സ്മൈൽ. അവരെന്ത് ചെയ്യും? ചിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റോപ്പ് ദെയർ. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ബാക്കി കുറച്ചുകൂടെ ഉണ്ട് സ്റ്റോറി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യു ഹാവ് ടു റീഡ് അറ്റ്ലീസ്റ്റ്
3 ടൈംസ് 3 പ്രാവശ്യമെങ്കിലും മിസ് ഇത്രയും പഠിപ്പിച്ചത് എന്ത് ചെയ്യുക, വായിക്കുക. വായിച്ചിട്ട് എത്ര പ്രാവശ്യം വായിച്ചു എന്ന് ടെക്സ്റ്റിൻ്റെ സൈഡിൽ പെൻസിൽ വെച്ച് എഴുതിയിട്ട് പാരൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. 3 4 5 അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മിനിമം ഓഫ് 3 ടൈംസ് എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. ആരും വായിക്കാണ്ട് പാരൻസ് സൈൻ ചെയ്ത് തരത്തില്ല കേട്ടോ. അതുകൊണ്ട് വായിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹൽദിയും ജിറാഫിനെയൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.